നിങ്ങൾ ഞാൻ പറയുന്നത് വിശ്വസിക്കണ്ട, നിങ്ങൾ ഒബ്സർവ് ചെയ്ത് നോക്കൂ, നിങ്ങളൊന്ന് വീക്ഷിച്ചു നോക്കൂ. സത്യമാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ നിങ്ങൾ അത് അംഗീകരിക്കൂ, പ്രചരിപ്പിക്കൂ. കാരണം എനിക്ക് നല്ല ഉറപ്പുണ്ട്, ഏതൊരു വ്യക്തിയും ഒരു കാര്യത്തിനെ കണ്ണടച്ച് വിശ്വസിക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് അത് ഒബ്സർവ് ചെയ്ത് വിശ്വസിക്കുന്നെങ്കിൽ അയാൾക്ക് അത് മാറ്റി പറയേണ്ടി വരും. പക്ഷെ അതേ സമയത്ത് ഏതെങ്കിലും ഒരു വിഷയം ഒരു വ്യക്തിക്ക് ബോധ്യപ്പെട്ടാൽ, എന്താ വെച്ചാല് പാല്, അതിന്റെ സ്വഭാവം, രുചി, അല്ലെങ്കിൽ എന്ത് രുചി, ചെറുനാരങ്ങ, അതിന്റെ മണം, അതിന്റെ രുചി, ഇത് വെറുതെ പാഠപുസ്തകം എഴുതി പഠിച്ചിട്ട് കാര്യമില്ല. അത് മണത്ത് രുചിച്ച് അതിനെ അനുഭവിച്ചറിഞ്ഞാൽ, ചെറുനാരങ്ങ എന്ന് പറയുമ്പോൾ തന്നെ വായിൽ വെള്ളം വരും അല്ലേ. പക്ഷെ അതേ സമയത്ത് നമ്മൾക്ക് അറിഞ്ഞുകൂടാത്തൊരു കാര്യം പുസ്തകത്തിൽ വായിച്ച് പഠിച്ച ഒരു കാര്യമില്ല. അപ്പൊ അനുഭവിച്ച് പഠിക്കുക എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇപ്പോഴും അതന്നെ പറയാം. ഞാൻ പറഞ്ഞ നിങ്ങൾ ആരും വിശ്വസിക്കണ്ട, ഇപ്പോഴും എന്റെ വീഡിയോ കാണുന്ന ആരും ഇത് വിശ്വസിക്കണ്ട. നിങ്ങൾക്ക് കൃത്യമായി ശ്രദ്ധിച്ചു നോക്കൂ. ജലദോഷപ്പനി അന്നുണ്ട്, ഇന്നുണ്ട്, ഇനിയുണ്ട്. അപ്പൊ മണവും രുചിയും പോകുന്ന മണവും രുചിയും അന്നും പോകും, ഇന്നും പോകും. കാരണം മണവും രുചിയും കണക്റ്റഡ് ആണ്. നിങ്ങൾക്ക് ജലദോഷം വന്നു കഴിഞ്ഞാൽ മണം പോകും, കൂടെ രുചിയും പോകും. പിന്നെ എപ്പോഴാ വരിക? ആ പനി മാറുമ്പോഴേക്കും പണ്ട് കാലത്തെ ഉള്ളതാണ്. തീർച്ചയായിട്ടും. പക്ഷേ നമുക്കുള്ള പ്രശ്നം എന്താണ്? നമ്മുടെ ശ്രദ്ധ മണം പോയി, രുചി പോയി എന്നുള്ള വലിയ സംഭവം പോലെ പറയുമ്പോൾ അന്ന് എല്ലാവരും എന്തെന്ന് വെച്ചാൽ എന്തെങ്കിലും പൂക്കളോ എന്തെങ്കിലും കണ്ടാലോ ഒന്ന് പിച്ചിയിട്ട് അല്ലെങ്കിൽ അതൊന്ന് മണത്തി നോക്കൂ ഇടയ്ക്കിടയ്ക്ക്. കാരണം പത്രമാധ്യമങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് നിങ്ങളുടെ മണവും രുചിയും പോയിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. അപ്പം ഇതുവരെ ഇല്ലാത്ത ഒരു പ്രത്യേക ശ്രദ്ധ വരികയും ഒരാകെ ആശങ്ക.